മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് ശേഷം അടച്ചിട്ട അട്ടമലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നു. അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ളവയാണ് നിയന്ത്രണങ്ങളോടെ തുറന്നത്. അപകടരഹിതമായ മറ്റു മേഖലകളും വൈകാതെ തുറന്നു കൊടുക്കാനാണ് സാധ്യത. ദുരന്തത്തിനു ശേഷം നിശ്ചലമായ അനവധി സംരംഭങ്ങൾ ബെയിലി പാലത്തിനപ്പുറത്തുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ നിരവധി കുടുംബങ്ങളാണ് ഇത്തരം സംരംഭങ്ങളെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്നത്. ഇത് അടച്ചുപൂട്ടിയതോടെ പലരും പ്രതിസന്ധിയെ നേരിടുകയായിരുന്നു. അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നുകൊടുത്തു. ഇപ്പോൾ സങ്കടമുണ്ട് മുഖത്ത്. കാരണം ആദ്യം വന്ന മാതിരിയല്ല ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ 1.5 കൊല്ലം ശേഷം വീണ്ടും ഫസ്റ്റ് ഓപ്പണിംഗ് അത് കേട്ട് നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നപ്പോഴാണ് ഇതിങ്ങനെ ഓപ്പൺ ആയി ടിക്കറ്റ് എടുത്ത് കയറി ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ കാണുമ്പോൾ നമ്മൾ പ്രകൃതി ആകുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ ചില ഭാഗങ്ങൾ കാണുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരിട്ട് ഉണ്ട്. അട്ടമലയിലെ റിസോർട്ടുകൾ ഉൾപ്പെടെ അടുത്ത ദിവസം നിയന്ത്രണങ്ങളോടെ തുറന്നു കൊടുക്കാനാണ് നീക്കം. ഉപാധികളോടെ തുറന്നു തരാൻ നിരവധി തവണ നമ്മൾ അധികാരികളുടെ അടുത്ത് പല പ്രാവശ്യം പോയി. അവസാനം നമുക്ക് അതിനുള്ള അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം വന്നു. എന്തായാലും ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ജീവിതമാർഗം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ കഴിഞ്ഞു. ഇനി നമുക്ക് ജീവിക്കണം. ഇവിടെയുള്ള ആളുകളും ഈ 100-500ഓളം കുടുംബങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു നല്ലൊരു സംവിധാനമായി മാറട്ടെ. ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നതോടെ പ്രദേശത്തേക്ക് നിരവധി ആളുകളാണ് എത്തുന്നത്. നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള മുഴുവൻ വിനോദസഞ്ചാരികൾക്കും ഇവിടെ വയനാട്ടിലേക്ക് വീണ്ടും കടന്നു വരാൻ ഈ ചൂരൽമല ചൂരൽമല പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് പഠിക്കാനും അറിയാനും അതോടൊപ്പം പ്രകൃതിയെ നുകരാനുമുള്ളതായിരിക്കുന്നൊരവസരമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഉപയോഗപ്പെടുത്തണം നമ്മുടെ മുഴുവൻ ജനങ്ങൾ എന്നുള്ളതാണ്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.